ഞാനിപ്പോൾ ഉള്ളത് ടാറ്റ പഞ്ച് EV പുതിയ മോഡലാണ്, 2026 ഫേസ് ലിഫ്റ്റ് മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലും അതുകൊണ്ട് പഴയ പഞ്ചിന്റെ ഇന്റീരിയറിലും എന്തൊക്കെ വ്യത്യാസമാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. എനിക്ക് ഈ വണ്ടി കയറിയപ്പോൾ ആദ്യം തോന്നിയ ആകെ ഒരു വ്യത്യാസം വെച്ചാൽ പവർ വിൻഡോയിലാണ്. കുറച്ചും കൂടെ പ്രീമിയം ലുക്ക് വരാൻ കണക്കിന് ഇതിന്റെ സ്വിച്ച് അങ്ങൊന്ന് മാറ്റിയിട്ടുണ്ട്. വേറെ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ ഉള്ള ഡാഷ് ബോർഡിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കളർ വരുന്നുണ്ട്. അതിൽ തന്നെ ചെറിയ പൊടി പോലത്തെ ഒരു മോഡൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആകെയുള്ള വ്യത്യാസം. ബാക്കി സ്റ്റിയറിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. വലിയ ഫങ്ഷൻസിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. സെൻട്രൽ നോക്കിയാലും അതിലുള്ള പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ കപ്പ് ഹോൾഡറും ബാക്കി എല്ലാം സെയിം ആണ്. വേറെ വ്യത്യാസമൊന്നും കാണുന്നില്ല. ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം സെയിം ആണ്. അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ വിൻഡോയിൽ വന്നൊരു മാറ്റം മാത്രമേ. പിന്നെ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ വേറെ വ്യത്യാസമൊന്നും പുതിയ മോഡൽ പഞ്ചിൽ അകത്ത് കാണാൻ വേണ്ടിയില്ല. ഇത് 25 ഫേസ് വരുന്ന വണ്ടിയുടെ പവർ വിൻഡോ സ്വിച്ചാണ്. ഈ സ്വിച്ചാണ് മെയിൻ വ്യത്യാസം. ബാക്കിയെല്ലാം ഏകദേശം ഓക്കെയാണ്. പിന്നെ കളറിലൊക്കെ ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഫങ്ഷൻസിലൊന്നും വേറെ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല.